ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാമിൻ്റെ 20 ഡേയ്സ് റിവിഷൻ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ 3rd റിവിഷനാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് റിവിഷനും സെക്കൻഡ് റിവിഷനും ചെയ്തിട്ടുണ്ട്. 3rd റിവിഷനാണ് നോക്കുന്നത്. ആ റിവിഷൻ പാർട്ടുകളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ മാത്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ടോപ്പിക് വൈസ് ഉള്ള സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുന്നത് 3rd റിവിഷൻ പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if the sum of two numbers is 430 and their HCF is 43, then which of the following is the correct pair? ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സം 430 ആണെന്നും HCF 43 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. HCF എന്ന് വെച്ചാൽ എന്താണ്? ആ രണ്ട് നമ്പേഴ്സിലും എന്താണ് ആ രണ്ട് നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് അല്ലെ, അതാണ് 43 എന്ന് പറയുന്നത്. അതായത് ആ രണ്ട് നമ്പേഴ്സിന്റെയും ഫാക്ടർ ആണ് 43. അപ്പൊ നമുക്ക് നമ്പേഴ്സ് എങ്ങനെ ആയിരിക്കും? 43x എന്നും 43y എന്നും നമ്പേഴ്സിനെ എടുക്കാൻ പറ്റും അല്ലെ, കാരണം 43 ഒരു ഫാക്ടർ ആയതുകൊണ്ട് 43 ഇൻറ്റു സം നമ്പർ ആയിരിക്കും എന്ത് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ആൻഡ് വൈ എന്തായിട്ട് നമുക്ക് എടുക്കാം? കോപ്രൈം ഇൻറ്റീജേഴ്സ് 1 ആയിട്ട് എടുക്കാം. എക്സ് ആൻഡ് വൈ എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 43x പ്ലസ് 43y ഇസ് ഈക്വൽ ടു 430 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 43 കോമൺ ആയിട്ട് എടുത്താൽ എങ്ങനെ കിട്ടും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 430 ഡിവൈഡഡ് ബൈ 43 വിച്ച് ഇസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പോസിബിൾ പെയേഴ്സ് ദാറ്റ് മീൻസ് കോപ്രൈം ആണ്. അപ്പൊ നമുക്ക് എന്ത് മതി? അവിടെ HCF 1 കിട്ടുന്ന നമ്പർ മതി അല്ലെ. HCF 1 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 9. ഇതിനകത്ത് HCF 1 മാത്രമാണ്. ഇതിനെ തിരിച്ചും നമുക്കിടാം 9, 1. പിന്നെ അവിടെ 1 കിട്ടുന്നത് ഏതാണ്? 7, 3 and 3, 7. ഇത്രേ കിട്ടുള്ളൂ അല്ലെ. ബാക്കി 8, 4, 6 അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതൊന്നിനെയും നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അതിനെല്ലാം കോമൺ ഫാക്ടർ വേറെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 വരുന്നത് ഈ 4 പെയർ മാത്രമാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കും? നമ്മൾ ഇത് 4 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതില് ഏതെങ്കിലുമൊക്കെ പെയേഴ്സ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ 43 ഇപ്പൊ 1, 9 ആണെങ്കിൽ നമുക്ക് എന്ത് വരണം? 43 then സംതിങ് വരണം. അത് ഇവിടെ ഇല്ല, അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി. 9, 1 ആണെങ്കിലും എന്താ വരേണ്ടത്? 43 എന്തെങ്കിലും വന്നിട്ട് ഫസ്റ്റ് 9ന്റെ വരണം. അതും അവിടെ ഇല്ല. അപ്പൊ ഇത് രണ്ടെണ്ണം അല്ല എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. ഇനി 7ഉം 3ഉം ആണ്. 43 ഇൻറ്റു 7 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 7 3s are 21, ബാലൻസ് 2, 4 7s are 28, 29, 30. 301 എന്നും 43 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 3 3s are 9, 4 3s are 12. 129ഉം 301ഉം ആണ് കിട്ടേണ്ടത്. ഇവിടെ നോക്ക്, 129, 301. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ കണ്ടത് മനസ്സിലായില്ലേ? നമുക്ക് ഈ 1 എന്താണ്? ഈ നമ്പേഴ്സ് തമ്മിലുള്ള HCF കോമൺ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം എടുക്കാം, 8 2 6 4 എന്നൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The average of 11 numbers arranged in an order is 41. The average of the first 5 numbers. 11 നമ്പേഴ്സിന്റെ ആവറേജ് 41 ആണെങ്കിൽ ആ 11 നമ്പേഴ്സ് എന്തായിരിക്കും? അതിന്റെ സം എന്തായിരിക്കും? 41 ഇൻറ്റു 11 ആണ് അല്ലെ. 41 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 1 4 പ്ലസ് 1 5 4 451 ആയിരിക്കും.
ടോട്ടൽ സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 11 നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് മനസ്സിലായി? 451 ആണെന്ന് മനസ്സിലായി അല്ലെ? ആവറേജ് കാണാൻ അറിയാലോ അല്ലെ? ആവറേജ് കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് പോയി നോക്കുക. ആവറേജിന്റെ അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി എന്താണ്? ആദ്യത്തെ 5 നമ്പേഴ്സിന്റെ 18 ആണ്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 18 into 5 ആയിരിക്കും. 18 into 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 19 കിട്ടും. ആദ്യത്തെ 5 നമ്പേഴ്സിന്റെ സമ്മ് 90 ആണ്. ഇനി അവസാനത്തെ 5 നമ്പേഴ്സിന്റെ സമ്മ് എത്രയാണ്? 64 ആണ്. അപ്പൊ അതിന്റെ സമ്മ് എത്രയായിരിക്കും? 20 ബാലൻസ് ടു 32. 320 ആയിരിക്കും ലാസ്റ്റത്തെ 5 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ നമ്മൾ ചെയ്യണത്? ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ സം എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്യുമ്പോഴാണ് സമ്മ് കിട്ടുന്നത്. ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കിട്ടി. ആദ്യത്തെ 5 എണ്ണവും അവസാനത്തെ 5 എണ്ണവും കിട്ടി. ആദ്യത്തെ 5ഉം അവസാനത്തെ 5ഉം കൂടി ചേർന്നാൽ ടോട്ടൽ 10 ആണ്. അപ്പൊ ഇനി ഒരെണ്ണമാണ് ഉള്ളത് അല്ലെ? ആ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 എണ്ണം കഴിഞ്ഞിട്ടുള്ള 1, അവസാനത്തെ 5 എണ്ണം കഴിഞ്ഞിട്ടുള്ള 1. അതെന്താണ്? 6ാമത്തെ നമ്പർ ആണ് അല്ലെ? 6ാമത്തെ നമ്പർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ ചെയ്താൽ മതി? ടോട്ടൽ 11ന്റെ ടോട്ടൽ മൈനസ് എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 5 എണ്ണത്തിന്റെ പ്ലസ് രണ്ടാമത്തെ 5 എണ്ണത്തിന്റെ ചെയ്താൽ മതി അല്ലെ? അപ്പൊ എന്താണ്? 320 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 320 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 420 ആണ്. മൈനസ് 10 410 ആണ്. അപ്പോൾ 451 മൈനസ് 410 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 41. 6ാമത്തെ നമ്പർ എന്താണെന്ന് വരും? 41 ആണെന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വാല്യൂ ഓഫ് 0.6 പ്ലസ് റൂട്ട് ഓഫ്, ഇത് റൂട്ട് ആണ് കേട്ടോ, റൂട്ട് ഓഫ് 0.81 റൂട്ട് ഓഫ് 0.144 പ്ലസ് 0.4 ബൈ 0.5. അത് നമ്മൾ ഈ റൂട്ടിനെയൊക്കെ ഒന്ന് മാറ്റുക. റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.9 ആണ്. ദെൻ റൂട്ട് ഓഫ് 0.0144 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.12 ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്ത് നോക്കാം അല്ലെ? ആദ്യം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. 0.4 ഇവിടെ എന്താ വരുന്നത്? 0.12 പ്ലസ് 0.4 ഡിവൈഡഡ് ബൈ 0.5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.060 പ്ലസ് 0.4 എന്ന് കിട്ടും. ആൻസർ നമുക്ക് 0.460 എന്നാണ് കിട്ടുക അല്ലെ? അപ്പൊ ഇനി എന്താ ഇവിടെ എന്താ ചെയ്യേണ്ടത്? അത് കിട്ടി. അത് അടുത്ത എന്താ ചെയ്യേണ്ടത്? 0.81 മൈനസ് 0.460 എന്ന് കിട്ടും. അപ്പൊ 0.81 മൈനസ് 0.461 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ്. അപ്പോൾ 0.1 പ്ലസ് 460 81 മൈനസ് 460 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 12 ഇല്ല, അത് കഴിഞ്ഞല്ലോ അല്ലെ? 0.81 അല്ല, സോറി നമ്മൾ ആ 81നെ എന്താക്കിയിട്ടുണ്ട്? 0.9 ആക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ 0.9 മൈനസ് 0.460 ആണ്. അപ്പൊ നമുക്ക് അത് എന്ത് കിട്ടും? അത് നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് ബൈ 0.5 എന്ന് കൂടെ ഉണ്ട് അല്ലെ? ബൈ 0.5 എന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. 0.5ഉം 460യും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 92 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.9 മൈനസ് 0.92 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടാൻ പോകുന്നത്? മൈനസ് 0.02. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി? 0.6 പ്ലസ് 0.02 അല്ലെ? മൈനസ് 0.02 എന്ന് പറയുമ്പോൾ 0.58 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്തു നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടെണ്ണത്തിന്റെയും റൂട്ട് മാറ്റിയിട്ട് അതിനെ നോർമൽ നമ്പേഴ്സ് ആക്കി. എന്നിട്ട് ആദ്യം ഈ ഒരു ഡിവിഷനും ഇവിടത്തെ 0.12 ഇതും കൂടെ ചേർത്തിട്ട് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0.460 ബൈ
എന്ത് കിട്ടി? 0.5 എന്ന് ആൻസർ കിട്ടി. ബൈ 0.5 എന്ന് ആൻസർ കിട്ടി. അതിനെ നമ്മൾ -0.81 0.9 വെച്ച് മൈനസ് ചെയ്തു. അപ്പൊ ഇത് 460യും 5ഉം തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 0.92 എന്ന് കിട്ടി. ദെൻ ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 0.58 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അടുത്തത് ദ ആവറേജ് സ്പീഡ് ഓഫ് ഗൗരവ് ഡ്യൂറിങ് എ 2-way ജേർണി ഈസ് എത്രയാണ്? 2-way ജേർണി ഈസ് 15 km/h. If he walked a distance of 20 km every hour while going, then his speed while returning will be. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ആവറേജ് സ്പീഡ് ആണ് കാണേണ്ടത് അല്ലെ? അപ്പൊ ആവറേജ് സ്പീഡ് ആണ് തന്നിരിക്കുന്നത്. ആവറേജ് സ്പീഡ് എന്താണ് ഇക്വേഷൻ എന്ന് നമുക്കറിയാം. 2 × s1 × s2 by s1 plus s2 ആണ് ആവറേജ് സ്പീഡ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 15 is equal to 2 × 20 എന്ന് തന്നിട്ടുണ്ട് ഇൻറ്റു s2 by 20 plus s2 അല്ലെ? ഇനി ഇതൊന്ന് നമുക്ക് ക്രോസ് ചെയ്ത് കണ്ടാൽ മതി അല്ലെ? 15 × 20 എന്താണ്? 300 ആണ്. പ്ലസ് 15 s2 is equal to 40 s2 എന്ന് കിട്ടും. 15 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 300 is equal to 25 s2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് s2 എന്താണെന്ന് മനസ്സിലായി. 300 divided by 25 ആണ്. 100-ൽ 25 4 പ്രാവശ്യം ആണെങ്കിൽ 300-ൽ 25 12 ടൈംസ് ആയിരിക്കും. ദാറ്റ് ഈസ് 12 km/h ആണ് എന്തെന്ന് പറയുന്നത്? റിട്ടേണിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏജസ് 2 persons differ by 30 years. If 5 years ago the older one was 3 times as old as the younger one, then the present age of the younger person is. അപ്പൊ പാസ്റ്റ് പ്രസന്റ് ഒക്കെയാണ് അല്ലേ ഇവിടെ നോക്കേണ്ടത്. അപ്പൊ പാസ്റ്റ് പ്രസന്റ്. ഓക്കെ, പാസ്റ്റിൽ എന്താണ്? ഒരാളുടേത് എക്സും മറ്റേ ആളുടേത് വൈയുമാണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റിൽ എത്രയാണ്? 5 വർഷം മുമ്പാണ് പാസ്റ്റ് അല്ലെ? അപ്പൊ പ്രസന്റ് എന്ന് പറയുമ്പോൾ അത് എക്സ് പ്ലസ് വൈയും വൈ പ്ലസ് 5ഉം ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ അവരുടെ ഏജ് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 years ago the older one was 3 times as old as the younger one. 5 വർഷം മുന്നേ ഇവിടെ അല്ലെ? അപ്പൊ എക്സ് എന്താണ്? 3y ആണ് x എന്ന് പറയുന്നത്. 5 വർഷം മുന്നേത്തെ കാര്യമാണ്. x = 3y ആണ്. ഇപ്പൊ എന്താണ്? അവർ തമ്മിലുള്ള ഡിഫറൻസ് 30 വയസ്സാണ് അല്ലെ? അവർ തമ്മിലുള്ള ഡിഫറൻസ് 30 വയസ്സ്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? എക്സിന് പകരം 3y കൊടുക്കാം അല്ലെ? 3y plus 5 minus y plus 5 ആണ്. അപ്പൊ എന്ത് വരും? -y minus 5 is equal to 30 എന്ന് കിട്ടും. ഇതൊക്കെ സ്റ്റെപ്പ് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 3y minus y എന്ന് പറഞ്ഞാൽ 2y ആണ്. 5 ക്യാൻസൽ ആവും. 2y = 30, y = 30/2 which is equal to 15. y എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷം മുമ്പുള്ള യങ്ങർ വണ്ണിന്റെ വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വയസ്സ് എത്രയായിരിക്കും? 20 years ആയിരിക്കും ഇപ്പോഴത്തെ വയസ്സ്. ഓക്കെ, 5 വർഷം മുന്നേ 15 വയസ്സാണെങ്കിൽ ഇപ്പൊ 20 വയസ്സ് ആയിരിക്കും. ഇനി ഇതിൽ ഏതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ax² + bx + c ആണ് അല്ലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്. ഇവിടെ ഹാഫ് ആണ്, ഇവിടെ ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായതാ? ഇതാണ് സ്ക്വയറിൽ കിടക്കുന്നത് അല്ലെ? എന്താണ് ഇതെങ്ങനെയാ കിടക്കുന്നത്? x - 4x² + 5 plus √3x + 8 is equal to അല്ലേതാ x². അപ്പൊ എന്താണ്? ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിലാണോ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, if the perimeter of one face of a cube is 24 cm, then its volume is.
അതായത് ഒരു ക്യൂബിന്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ ആണ് അല്ലെ? സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? 4a ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 24 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a എന്തായിരിക്കും? 24/4 which is equal to 6 cm. സ്ക്വയറിന്റെ ഒരു സൈഡ് 6 cm ആണ്. ദാറ്റ് മീൻസ് ക്യൂബിന്റെ ഒരു സൈഡ് 6 cm ആണ്. ഇനി ക്യൂബിന്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? a ക്യൂബ് ആണ് അല്ലെ? അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 6 ക്യൂബ് ചെയ്താൽ മതി. 6 ക്യൂബ് എന്താണ്? 216 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ വോള്യൂം എന്താണ്? 216 സെന്റിമീറ്റർ ക്യൂബ് ആണ് ക്യൂബിന്റെ വോള്യൂം എന്ന് പറയണത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീനിവാസ് ഹാസ് ജസ്റ്റ് ഗോട്ട് മാരീഡ് ടു എ ഗേൾ ഹു ഈസ് 4 years younger than ഹിം. ഓക്കെ, അപ്പൊ ശ്രീനിവാസും വൈഫും ഇപ്പൊ എന്താണ്? ആഫ്റ്റർ 5 years. ഓക്കെ, അപ്പൊ പ്രസന്റും ഫ്യൂച്ചറും ആണ് പറയണത്. പ്രസന്റിൽ ശ്രീനിവാസ് എക്സ് ആണെങ്കിൽ വൈഫിന്റെ വയസ്സ് x-4 ആണ്. 5 വർഷം കഴിഞ്ഞാൽ അവരുടെ ആവറേജ്, അപ്പൊ 5 വർഷം കഴിഞ്ഞാൽ ശ്രീനിവാസ് x+5 ആവും, വൈഫ് എന്താവും? x-4 + 5 ആവും. ഓക്കെ, അപ്പൊ x-4 + 5 എന്ന് പറഞ്ഞാൽ x+1 ആണ്. അവരുടെ ആവറേജ് എത്രയാവും? 33 ആവും. ദാറ്റ് മീൻസ് x+5 + x+1/2 is equal to 33. ഇതൊന്ന് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റില്ലേ? 2x + 6 is equal to 66 എന്ന് കിട്ടും. 2x is equal to 60 എന്ന് കിട്ടും. അപ്പൊ x എന്താണ്? 60/2 30 ആണ്. അതായത് ഇപ്പോ ശ്രീനിവാസിന്റെ ഏജ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സാ ചോദിച്ചിരിക്കണേ. 30 - 4, ഭാര്യയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 26. ഓക്കെ, അപ്പൊ അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത്. The length of a room is 5.5 meter and width is 3.75 meter. Find the find the cost of paving the floor by slabs at the rate of rupees 800 per meter square. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് കോസ്റ്റ് പറയാൻ പറ്റുള്ളൂ. ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടാങ്കുലർ ഷേപ്പ് ആണ് അല്ലെ? രണ്ടെണ്ണമാണ് തന്നിരിക്കുന്നത്, അപ്പൊ റെക്ടാങ്കിൾ ആണ്. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് മീൻസ് 5.5 ഇൻറ്റു 3.75 ആണ് വരുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 20.625 മീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ കിട്ടുക. ഇനി ഒരു സ്ക്വയർ കിലോമീറ്ററിന് എത്രയാണ്? 800 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? ഈ ടോട്ടൽ ഏരിയ ഇൻറ്റു 800 ചെയ്താൽ പോരെ? ദാറ്റ് മീൻസ് 20.625 ഇൻറ്റു 800 ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. ടോട്ടൽ കിട്ടുന്നത് ₹16,500 ആണ്. ഓക്കെ, അപ്പോൾ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് ടൈൽ ചെയ്യാനായിട്ട് നമുക്ക് സ്ലാബ് പേവ് ചെയ്യാനായിട്ട് എത്ര രൂപയാ വരിക? 16,500 രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 pipes can fill a tank in 20 and 24 minutes. അപ്പൊ 20 മിനിറ്റ്സിലും 24 മിനിറ്റ്സിലുമാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ടോട്ടൽ ആയിട്ട് എത്ര വരും? LCM കണ്ടുപിടിക്കണം അല്ലേ? ഇവരുടെ LCM എന്താണ്? 120 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൈപ്പ്, ഇത് ഫസ്റ്റ് പൈപ്പ് ആണ്, ഇത് സെക്കൻഡ് പൈപ്പ് ആണ്. ഫസ്റ്റ് പൈപ്പിന്റെ ഇവർ ടോട്ടൽ ആയിട്ട് ചെയ്യുമ്പോൾ 120 ആണെങ്കിൽ ഫസ്റ്റ് പൈപ്പിന്റെ എഫിഷ്യൻസി എത്രയാ വരിക? 6 ആണ് വരിക. സെക്കൻഡ് പൈപ്പിന്റെ എന്ത് വരും? 5 എന്ന് വരും. ദാറ്റ് മീൻസ് 24 × 5 ആണ് 120, 20 × 6 ആണ് 120. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് പൈപ്പ് ആണെങ്കിൽ 6 യൂണിറ്റ് പെർ മിനിറ്റും സെക്കൻഡ് പൈപ്പ് ആണെങ്കിൽ 5 യൂണിറ്റ് പെർ മിനിറ്റുമാണ് എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഇനി നമുക്ക് എന്തറിയാം? നമുക്ക് ഇവിടെ 120 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു ടോട്ടൽ ആയിട്ട് 120 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഈ രണ്ട് പൈപ്പ് ഓൺ ചെയ്യുകയും അടുത്തൊരു പൈപ്പ് ഓപ്പൺ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് 15 മിനിറ്റിൽ എന്താവുന്നുണ്ട്? ടാങ്ക് ഫില്ല് ആവുന്നുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? A + B -
സി ഇസ് ഈക്വൽ ടു ഈ ടോട്ടൽ എത്ര സമയം എടുത്തിട്ടാണ് ഫില്ല് ആവുന്നത്? 15 മിനിറ്റ് എടുത്തിട്ട് ഫില്ല് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഒരു മിനിറ്റിൽ എത്രയെന്ന് പറയാം? 15 120 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോൾ 8 യൂണിറ്റ് പെർ മിനിറ്റ് ആണ് 8 യൂണിറ്റ് ആണ് ഒരു മിനിറ്റിൽ ആവുന്നത്. അപ്പൊ എയും ബിയും നമുക്ക് ഓൾറെഡി അറിയാലേ. ഒരു മിനിറ്റിൽ എ 6 ഭാഗം ഫില്ലാക്കും, ബി എത്ര ഭാഗം ഫില്ലാക്കും? 5 ഭാഗം ഫില്ലാക്കും. നമുക്ക് സിയിൽ നിന്നും ഒരു മിനിറ്റിൽ എത്ര പുറത്തു പോകും എന്നാണ് അറിയാനുള്ളത്. അപ്പൊ മൈനസ് സി ഇസ് ഈക്വൽ ടു 8. സിന് ഇപ്പുറത്തേക്കും 8ന് ഇപ്പുറത്തേക്കും കൊണ്ടുവന്നാൽ പോരെ? 11 മൈനസ് 8 ഇസ് ഈക്വൽ ടു സി. ദാറ്റ് മീൻസ് ഔട്ട്ലെറ്റ് പൈപ്പിന്റെ പുറത്തേക്ക് പോകുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 യൂണിറ്റ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 3 യൂണിറ്റ് ആണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അത് കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ 120 യൂണിറ്റ്സിന് പുറത്ത് കളയാനായിട്ട് ഔട്ട്ലെറ്റ് പൈപ്പ് എത്ര സമയം എടുക്കുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? 120 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 40 മിനിറ്റ് കൊണ്ടാണ് അത് ടോട്ടലായിട്ട് എം ടി ആക്കാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്ത് ചെയ്താൽ മതി? 40 ഇൻറ്റു 3 ചെയ്താൽ മതി അല്ലെ. 40 ഇൻറ്റു 3, 40 മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റിൽ മൂന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 40 മിനിറ്റിൽ ആവുന്നതാണ് അതിന്റെ ടോട്ടൽ കപ്പാസിറ്റി. അപ്പൊ 40 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 120 ഗാലൺ ആണ് എന്തെന്ന് പറയണത്? അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് 3 ഗാലൻസ് പെർ യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 120 ഗാലൻസ് ആണ് ആ ടാങ്കിന്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് സെക്ഷൻ ത്രൂ നമ്മളെ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കമന്റ് സെക്ഷൻ ത്രൂ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.